ഹലോ ഡിയേഴ്സ്, നമ്മൾ ഈ ഫിഷ് ടാങ്കിൻ്റെ വെള്ളം മാറ്റൽ ഒരു വലിയ ചടങ്ങാണ്. അപ്പോൾ അത് ഇത്തിരി എളുപ്പത്തിൽ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പദ്ധതി. ഇതാണ് എൻ്റെ ഫിഷ് ടാങ്ക്. ഇതിലൊക്കെ ഈ വെള്ളത്തിൻ്റെ കറയുണ്ട്. ഇത് ഏകദേശം ഒരു 200 ലിറ്ററിൻ്റെ അടുത്ത്. ഇത് മൊത്തം നമ്മുടെ 20 ലിറ്ററിൻ്റെ ക്യാന് ഒരു 12 ക്യാൻ ഇതിൽ കയറും. ഇതിലിപ്പോൾ ഒരു 180 ലിറ്ററോളം വെള്ളം ഉണ്ടാവും. സാധാരണ സൈഫൺ വെച്ചിട്ട് നമ്മൾ ബക്കറ്റിൽ കോരി വെളിയിൽ കൊണ്ടേ കളയണം. അതിനേക്കാളും സിമ്പിളായിട്ടൊരു ടെക്നിക്ക് ഉണ്ട്, ഇപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ വലിയ പൈപ്പ് എടുക്കുക, പിന്നെയുള്ളത് അവിടെ വെളിയിൽ വെള്ളം പോകാൻ വേണ്ടി അതിനുള്ളിൽ ഇറക്കി വയ്ക്കുക. എന്നിട്ട് വേറെ ടാപ്പിൽ നിന്ന് പൈപ്പ് തുറന്നിട്ട് ഇതിൽ വെള്ളം വരുത്തുക. ടാപ്പ് ഓൺ ചെയ്യാൻ ഒരാൾ പോയിട്ടുണ്ട്. ഈ വെള്ളം താഴെ പിടിച്ചോ പൈപ്പിളോ. ഈ വെള്ളം നമ്മൾ ടാങ്കിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം വെളിയിലെടുത്താൽ ഇതിലുള്ള പൈപ്പിലുള്ള വെള്ളം വരുന്നതിനോടുകൂടി ആ ടാങ്കിലെ വെള്ളത്തിന് വലിച്ചിട്ട് വരും. നമ്മൾ വന്ന വെള്ളം നിന്ന വെള്ളത്തിനെ കൊണ്ടുപോയി പറയില്ലേ, ആ ടെക്നോളജി നോക്കോളെ. ഇതിപ്പോൾ വരുന്നത് ടാങ്കിലെ വെള്ളമാണ്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് വെള്ളം മാറ്റാൻ സാധിക്കും. ഇനി ആ ടാങ്കിലെ കറ കളയുന്നത് കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സ്റ്റാർട്ട്. ഇത് നമ്മൾ ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ ഈ വക്കൊന്നും, ഈ 2 സൈഡ് വക്കൊന്നും ഇത് തട്ടാൻ പാടില്ല. കറക്റ്റ് ഇങ്ങനെ തന്നെ ഉപയോഗിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വക്ക് തട്ടിയ ഗ്ലാസ് വര വീഴും. അത് സൂക്ഷിക്കണം. ഇപ്പൊ കണ്ടു.
അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ഇടയ്ക്കിങ്ങനെ പറയും. ഓസ്കാർ പിന്നെ ഈ സാക്കിൽ വരുന്നതാണ്. അപ്പോൾ ഓസ്കാർ പിന്നെ ഷാർക്കിൽ പെട്ട ഒരു വെറൈറ്റി, പിന്നെ ഒരാളും കടക്കുന്നുണ്ട്, ഒരാളും കൂടെ. ഓക്കെ ആ ഓസ്കാറിന്റെ ഇവിടേക്കാ തെറിക്കുന്നത്, കണ്ണാടിക്കൊക്കെയാ തെറിപ്പിക്കുന്നത്. മതി മതി, ഒരുപാടായി. കഴിഞ്ഞത് ഇവിടെ വെള്ളമാറ്റ പരിപാടി കഴിഞ്ഞു. ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ അധ്വാനത്തിനോട് സംഗതിയൊക്കെ ഉണ്ട്. ഇത് ഏകദേശം ഒരു 6 മാസത്തേക്ക് നമുക്ക് ഇത് തന്നെ മതിയാവും. ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടാവുന്നതായിരുന്നു. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ കൊണ്ടെത്താം. അപ്പോൾ എല്ലാവർക്കും ബൈ. നീയാളെ നമുക്ക് കുളിപ്പിക്കണം. അടുത്ത പദ്ധതി അതാണ്.